അപ്പം ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അത് ആ രീതിയിലാണ് അവരത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ രീതിയിൽ പടം നല്ല എൻ്റർടൈനറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഇത് പറയാൻ പറ്റുന്നത് എന്താണ്, പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നതാണ്. പ്രണവ് മോഹൻലാലിനെ നമുക്ക് സ്വീകരിച്ചു, അപ്പോൾ ഇനി വിസ്മയ മോഹൻലാലിനെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഭാഗമായുള്ള ഒരാളെന്ന നിലയിൽ എന്താ പറയാൻ പറ്റുന്നത്? തുടക്കത്തിൻ്റെ ഭാഗമായെന്നുള്ള നിലയിൽ തുടക്കം ഒരു ഗംഭീര സിനിമയായിരിക്കും. ഒരു ഇത്രയും വലിയൊരു ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ലാൽ സാറിൻ്റെ മോളും ആൻ്റണി ചേട്ടൻ്റെ മോനും വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. ഞാനും ആൻ്റണി ചേട്ടൻ്റെ മോനുമാണ് അതിനകത്ത് വില്ലൻ ക്യാരക്ടേഴ്സ്. അതിനകത്ത് വേണം എനിക്ക് പറയാൻ പറ്റുന്ന അപ്ഡേറ്റ് എനിക്ക് പറയാം. അതെ, വില്ലൻ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഈ തുടക്കം എഴുതി കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ തുടക്കത്തിൻ്റെ ഒരു പഞ്ചിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് എന്നാണ്. മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു ബോക്സിങ് പരിപാടി, അതാണോ? എനിക്ക് അങ്ങനെ സിനിമയെക്കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു കുറേ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളൊരു പടമാണ്. ഉറപ്പായിട്ടും കുറേ ആക്ഷൻസ് ഉള്ള പടമാണ്. നല്ല എനിക്കൊക്കെ നല്ല ഫൈറ്റ് ഉണ്ട്. ലാലേട്ടനായിട്ട് സീനൊക്കെ കാണാൻ പറ്റും? അറിയില്ല, എനിക്ക് ഇതുവരെ അറിയത്തില്ല. ലാലേട്ടൻ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് ഫോട്ടേജ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. സാർ ലൊക്കേഷൻ വന്ന ദിവസം കറക്റ്റ് ഞാൻ എൻ്റെ ഷൂട്ട് തലേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമയുടെ ലൊക്കേഷനോട് ജോയിൻ ചെയ്ത ദിവസമാണ് ലാൽ സാർ വന്ന്. ലാൽ സാർ ഞാൻ അഭിനയിച്ച സീൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഗംഭീര അഭിപ്രായം പറഞ്ഞു. പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബ്ബയിൽ ലാലേട്ടൻ്റെ കൂടെ ചാൻസിന് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ കാരണവശാൽ പോയി. എന്തോ കാരണമല്ല, ഞാൻ ഈ ആഘോഷം എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് 2 ദിവസത്തെ ഷെഡ്യൂൾ, 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിങ്ങിൽ നിന്ന് പോകും. പിന്നെ ഞാൻ അവരോട് പറഞ്ഞ് ഒരുപാട് വന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് എങ്ങനെ പോയിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ല. അതുകൊണ്ട് പിന്നെ പക്ഷേ ഞാൻ ഇനി നല്ലൊരു ക്യാരക്ടർ കിട്ടും. എനിക്കറിയില്ല. ലാൽ സാറിന് കൂടെ ഉള്ള സമയങ്ങൾ റൈറ്റ് ഹാൻഡ് അങ്ങനത്തെ എന്തൊരു ക്യാരക്ടർ. അതേപോലെ തന്നെ ദൃശ്യം 3 ഉണ്ടായിരുന്നു അറിഞ്ഞില്ല. ദൃശ്യം 3 എനിക്ക് അന്ന് ജിസ് സാർ വിളിച്ചപ്പോൾ ഞാൻ അൺഫോർച്യുനേറ്റ്ലി UK പോയി ആ ഡേറ്റിന്, പർട്ടിക്കുലർ ഡേറ്റ്. പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. വരും, ഇനി സിനിമ വരും എന്നുള്ള ഉറപ്പായിട്ടുമുള്ള പ്രതീക്ഷയുണ്ട്. തുടക്കം മൊത്തത്തിൽ എത്ര ഡേറ്റ്സ് ആണ് മൊത്തത്തിൽ തുടക്കം? എനിക്ക് ഓൾമോസ്റ്റ് 40ഓളം ദിവസം. വലിയ ത്രോട്ടുള്ള റോളാണ്, നല്ല പണിയുള്ള നല്ല ജോലിയുള്ള സിനിമയാണ്. ത്രോട്ടാണെന്ന് എനിക്കതില്ല, പക്ഷേ അത്യാവശ്യം കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ദിവസങ്ങൾ കൂടുതലാണ്. പണിക്ക് ശേഷം ഒരു ഫൈറ്റൊക്കെ കൂടുതൽ കാണാൻ സാധിക്കുന്നത് തുടക്കത്തിലായിരിക്കും. തീർച്ചയായിട്ടും പണിയിൽ മൊത്തത്തിലൊരു ഇടിപ്പടമാണോ? അല്ല, കുറേ ആക്ഷൻ സീക്വൻസ് ഉള്ള പടമാണ്. പണിയിൽ എനിക്ക് അങ്ങനെ ആക്ഷൻ സീക്വൻസ് ഉള്ളതല്ല, ഒരു കിട്ടത്തടി മാത്രമല്ലേ ഉള്ളൂ. ഇത് നല്ല ഫൈറ്റ്സ് ഉണ്ട്. ഓക്കെ, പണീനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിച്ചോൻ്റെ അടുത്ത ഡയറക്ഷന് റൂമേഴ്സ് ഇങ്ങനെ ഡിസംബറിൽ പണി 2 സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ല. ഇപ്പം എന്താണ് അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പണി 2 മാർച്ചിലോ മറ്റോ തുടങ്ങുന്നതായിരുന്നു. ഞാനില്ല സിനിമയിൽ, ഞാൻ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. ഞാനില്ല. എല്ലാം പണി 1 പോലെ തന്നെ ടോട്ടലി പുതിയ ആൾക്കാരെ എല്ലാം വെച്ചാണ് ഡിസൈൻ ചെയ്യും. വേറെ കഥയാണ്. എനിക്കറിയില്ല. പ്രണവുണ്ട്? ഇല്ല, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പ്രണവ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. എന്നോട് എൻ്റെ ക്യാരക്ടർ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവൻ ലാൽ സാർ ഉണ്ടെന്ന് പോലും ഞാൻ പൂജയുടെ എന്നാണ്. ചേട്ടാ, കാശ്മീരിനായാലും ഇപ്പം ഈ മോനെ എന്നുള്ള ഒരു ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് ലാൽ സാറിൻ്റെ അടുത്ത് കിട്ടുക ആയിരിക്കും. നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ ആൾക്കാരോട് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അപ്പം അതിനായിരിക്കും ഞാൻ മോനെ വിളിക്കാറുണ്ടോ? ആയിരിക്കും. അല്ല, ഞാൻ അങ്ങനെ പൊതുവെ വിളിക്കാറുണ്ട് മോനെ. ഇഷ്ടമുള്ളവരെന്നല്ലേ വിളിക്കുന്നത്. മലയാളികൾ എന്തെങ്കിലും പ്രസ് മീറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും പ്രണവിനെയും ലാലേട്ടനൊക്കെ ഒരുമിച്ച് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ബോബിച്ചേട്ടൻ സ്ഥിരമായിട്ട് കാണുന്നത് അതിൻ്റെ ഫൂട്ടേജ് റീല് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് റീല് നിലവിൽ കയ്യിലുണ്ടോ? എൻ്റെ ഈ കുറച്ച് നല്ല മൊമെൻറ്റ്സുകളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല മൊമെൻറ്റ്സുകളുണ്ട്. ഞാനിവരുടെ 2 പേരുടെ ഒപ്പമൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് എനിക്ക് അനുഗ്രഹമല്ലേ. ആർക്കും കിട്ടാത്ത മൊമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ച് ഇത്രയും വൈറലാവുന്നത് അതിൻ്റെ 20 മില്യനെ മറ്റായി. വൈറലാവും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഉള്ള ആരാണ്. അപ്പൊ അടുത്തൊരു വൈറലിന് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റും. ഞാൻ പതുക്കെ സസ്പെൻസ് ആണ്. വരുമെന്ന്. പിന്നെ അങ്ങനെയല്ലല്ലോ, നമുക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫോട്ടോസ് അല്ല. എന്ന് വെച്ചാൽ അവർ അപ്പനും മോനും ഉള്ള വീഡിയോസ് തന്നെയാണേൽ അവരുടെയൊക്കെ പെർമിഷൻ വേണ്ടേ നമുക്ക് ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തോ ഒരു ചോദ്യം അവിടുന്ന് സുമതി വളവിന്റെ സക്സസ് സെലിബ്രേഷനെ പറ്റി ചോദിക്കാൻ പറഞ്ഞു. അതിൻ്റെ നിർമ്മാതാക്കളോടും അവരോട് ചോദിക്കണം. ശരിയാണല്ലേ, ഒരു സക്സസ് മീറ്റ് വേണ്ടായിരുന്നു.
എല്ലാവരും തിരക്കായി പോയി കാണാം, അതുകൊണ്ടാണ് സിനിമ ഇങ്ങനെ നടക്കുകയല്ലേ. ഓക്കെ. ബബ്ബ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അത് ആ രീതിയിലാണ് അവരത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ രീതിയിൽ പടം നല്ല എൻ്റർടൈനറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഇത് സിനിമ എന്ന് പറയുന്നത് 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിയുമ്പം നമുക്കത് എന്താണ് ഫണ്ണാണ് വേണ്ടത്. നമ്മൾ ആ 3 മണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കാതെ ആ തിയേറ്ററിൽ ഇരിക്കുന്ന ആ മൂമെൻറ്റ് ആ സിനിമ തരുന്നില്ലേ? തീർച്ചയായിട്ടും തരുന്നുണ്ട്. അതാണ് സിനിമയ്ക്ക് വേണ്ടത്. അല്ലാതെങ്കിൽ ലോജിക്കലി അങ്ങനെ കഥാപരമായിട്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ഇരുന്ന് അതിൻ്റെ മേക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമ തുടക്കത്തിന് എഴുതി കാണിക്കുന്ന നോ ലോജിക്ക്. സോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. അതിപ്പോൾ ദിലീപേട്ടനായതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും, ഒരുപാട് അനാവശ്യ ടോക്കുള്ള കാര്യങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ ഒരു സിനിമയും ആ കലയും തകർക്കുക എന്നുള്ള രീതിയിൽ കുറേ പേര് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ സിനിമ ദിലീപേട്ടൻ്റെ സിനിമ എന്നല്ല എല്ലാവരുടെയും സിനിമയ്ക്കും. അതിപ്പം എനിക്ക് അറിയാൻ പറ്റില്ല അതുവല്ലതും ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ നിയമകാര്യങ്ങളും ഒന്നും നമ്മളെ അനുവദിക്കുന്നില്ല ഒന്നും. അപ്പം സഹിക്കുക. ഇത് ഞാൻ പറയുന്നത്, ഇത് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല ഒരു സിനിമ എന്ന് മാത്രമല്ല ഒന്നും. ഇപ്പോൾ ഒരു നല്ല ഷർട്ട് മേടിച്ചിട്ട് ആ ഇടുന്നതിന് നല്ല കംഫോർട്ടായിരിക്കും, പക്ഷെ കാണുന്നതിന് ചിലപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അപ്പം ആ രീതിയിൽ സിനിമയെ എടുക്കാവുള്ളൂ. അതെ മനസ്സിലായി. ഓക്കെ, താങ്ക് യു.